ഞാനെന്ന് പറയുന്നത് ഈ റോഡിനെ കുറിച്ചാണ്. ഈ റോഡ് മിക്ക ആൾക്കാർക്കും അറിയാം, എന്നാലും ഇത് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയും എൻ്റെ ഒരു എക്സ്പീരിയൻസുമാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ പോകുന്നത് കൊച്ചി എയർപോർട്ടിൽ നിന്നും തേക്കടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പോകുന്ന വഴിക്കാണ് എൻ്റെ ഗസ്റ്റ് പറഞ്ഞത് നമുക്ക് വാഗമൺ ടച്ച് ചെയ്ത് പോകാമെന്ന്. അപ്പോൾ വാഗമൺ ടച്ച് ചെയ്ത് പോകാൻ നേരത്ത് നമ്മൾ എടുക്കുന്ന വഴിയാണ് പുള്ളിക്കാനം വാഗമൺ റൂട്ട്. ഇത് വരുന്നത് നമ്മുടെ പെരുമ്പാവൂര്, മൂവാറ്റുപുഴ, തൊടുപുഴ കഴിയുമ്പോഴത്തേക്കും ഇരാറ്റുപേട്ട റൂട്ടിൽ മുട്ടം എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ഇടത്തോട്ട് കാഞ്ഞാർ റൂട്ടിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും വലത്തേക്ക് പുള്ളിക്കാനം വാഗമൺ റൂട്ട് എന്ന് പറഞ്ഞ റൂട്ടുണ്ട്. ആ റൂട്ടിൽ കൂടെയാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എടുത്തൊരു കാര്യം പറയാം, നിങ്ങൾ മലപ്പുറം ഭാഗത്തുനിന്നോ കോഴിക്കോട് ഭാഗത്തുനിന്നോ തൃശ്ശൂർ ഭാഗത്തുനിന്നോ ആ ഒരു ഡയറക്ഷനിൽ നിന്ന് വരുന്നവരാണെങ്കിൽ കയറ്റം കയറേണ്ടതുണ്ട്. അതായത് നമ്മൾ പുള്ളിക്കാനം റോഡ്, കാഞ്ഞാറിൽ നിന്ന് പുള്ളിക്കാനം റോഡിലേക്ക് തിരിയുമ്പോൾ തന്നെ നല്ല കയറ്റമാണ്. അപ്പോൾ അത്യാവശ്യം പിക്കപ്പും പുള്ളിങ്ങും ഒക്കെ ഉള്ള വാഹനവുമായിട്ട് വരാൻ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ട് പോകുന്ന പോലെ തന്നെ പോയിട്ട് തിരിച്ച് നിങ്ങൾ ഈ വഴി വരാൻ നോക്കുക. എന്തായാലും ഈ വഴി ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സമാധാനപരമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് വരാം. അനാവശ്യമായ ട്രാഫിക് തിരക്കുകളില്ല, ശബ്ദങ്ങളില്ല, പിന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ല. റോഡാണെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ നല്ല അടിപൊളി റോഡ്, കുണ്ടോ കുഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമുക്ക് എവിടെയും വേണമെങ്കിലും ഫാമിലി ആയിട്ട് മക്കളൊക്കെ ആയിട്ട് ഇറങ്ങി നിൽക്കാം. അങ്ങനത്തെ ഒരു ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ശുദ്ധവായു ശ്വസിച്ച് നമുക്ക് യാത്ര ചെയ്യാം. അതൊക്കെയാണ് ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു സിനിമാറ്റിക് സ്റ്റൈലാണ് ഈ റോഡ്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ വഴിക്ക് വരുവാണെങ്കിൽ, ഒന്നല്ലെങ്കിൽ നിങ്ങൾ വാഗമണിലേക്ക് പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ വാഗമണിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്കോ, ഞാൻ പറയുന്നത് കോഴിക്കോട് മലപ്പുറം ഭാഗത്തേക്കുള്ളവരാണ് പോകുന്ന നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇനി അതല്ല, നമ്മുടെ ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം ആ ഭാഗത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു 10 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ ഞാനിപ്പോൾ പോകുന്ന റോഡിലേക്ക് വാഗമണ്ണിൽ നിന്ന്. നിങ്ങൾക്ക് ഇവിടം വരെ വന്ന് ഇതൊക്കെ ആസ്വദിച്ചിട്ട് തിരിച്ചു പോകാവുന്നതാണ്. എവിടെയും നിർത്തി ഫോട്ടോകളൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കാം. ഇരുവശവും നല്ല തേയിലത്തോട്ടങ്ങളും സമാധാനവും പിന്നെ നല്ല അന്തരീക്ഷവും, വലിയ ചൂട് എനിക്ക് ഫീൽ ചെയ്തില്ല. അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആകെ കൂടി നല്ല ഫാമിലി ആയിട്ട് നല്ല വൈബ് അടിച്ച് യാത്ര ചെയ്യാൻ പറ്റിയ റോഡ്. ഞാൻ ഈ റോഡിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തപ്പോഴത്തേക്കുമാണ് ഇത് നിങ്ങളിലേക്ക് ഒന്ന് എത്തിച്ചേക്കാം എന്ന് ഓർത്തത്. ഇത് അറിയാത്തവരായിട്ട് കുറേ പേരുണ്ട്, ഇനി അറിയാവുന്നവരാണെങ്കിലും കുറേ പേരുണ്ട്. അപ്പം ഇത് കാണുന്നവർ ഈ വഴി ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. വളരെ മനോഹരമായ വഴിയാണ്. നിങ്ങളിത് മസ്റ്റായിട്ടും ഈ വഴി ഒന്ന് ട്രൈ ചെയ്യണം. പേര് മറക്കണ്ട, വാഗമൺ പുള്ളിക്കാനം റോഡ്. ഈ റോഡ് തുടങ്ങുന്നത് നമ്മുടെ കാഞ്ഞാർ റൂട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. മുട്ടം കാഞ്ഞാർ റൂട്ടിൽ നിന്ന് വലത്തേക്ക്. ഇനി തിരിച്ച് നിങ്ങൾ ഇറങ്ങി പോവുകയാണെങ്കിലും ഈ റോഡ് ചെന്ന് ഇറങ്ങുന്നത് മുട്ടം കാഞ്ഞാർ റൂട്ടിൽ തന്നെയാണ്. അപ്പോൾ മറ്റൊരു വിശേഷമായി വീണ്ടും കാണാം. ബൈ ബൈ.